ആരോ ടൗൺ ക്യൂൻസ്റ്റൗണിൽ നിന്ന് 20 മിനിറ്റ് മാത്രം ദൂരെയുള്ള ഒരു സ്മോൾ ചാമിങ് ഹിസ്റ്റോറിക് വില്ലേജാണ് ആരോ ടൗൺ. നമ്മുടെ മൂന്നാറിലൊക്കെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് കിട്ടുന്നത് പോലെ പാൻഡഗോണിയ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒത്തിരി ഫേമസ് ആണ്. അതുപോലെ ഇവിടുത്തെ ഐസ്ക്രീംസും ആ ഹോം മെയ്ഡ് കോൺസ് നല്ല ഹാർഡ് ആൻഡ് ക്രിസ്പിയാണ്. അതുപോലെ ഐസ്ക്രീംസ് സാധാരണയുള്ളതിനേക്കാട്ടിലും നല്ല വലുതുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. ആരോ ടൗണിൻ്റെ ടൂറിസ്റ്റ് ഹബ്ബാക്കിയത് 1860s ഇവിടെ നടന്നിട്ടുള്ള ഗോൾഡ് മൈനിങ് ഈറയാണ്. അന്നത്തെ ചൈനീസ് മൈനേഴ്സ് സ്റ്റേ ചെയ്തിരുന്ന ചൈനീസ് സെറ്റിൽമെൻറ്റ് അവരങ്ങനെ തന്നെ പ്രിസേർവ് ചെയ്തിട്ടുണ്ട്. ഈ ഹട്ടുകളുടെ എല്ലാം തന്നെ ഒന്നോ രണ്ടോ വാളുകളും തറയും എല്ലാം തന്നെ പ്രകൃതിയോട് തന്നെ ചേർന്ന് നിൽക്കുന്ന പാറകളാണ്. അതിലേക്ക് അവർ എക്സ്ട്രാ ആയിട്ട് കുറച്ച് മാത്രം പാറകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഹട്ടുകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഗോൾഡ് മൈനിങ്ങും ചൈനീസ് സെറ്റിൽമെൻറ്റും ഹിസ്റ്റോറിക് ടൗണും ഒക്കെ കാണാൻ പ്രതീക്ഷിച്ച് പോയ നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഓട്ടം സീസൺ ആയിരുന്നു. ഗൂഗിൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഓട്ടം സീസൺ ഇത്രയ്ക്ക് വണ്ടർഫുൾ ആയിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓട്ടം ഫോൾസ് ഏറ്റവും ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ന്യൂസിലൻഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസിലൊന്നാണ് ആരോ ടൗൺ. നമ്മൾ ഇതുവരെയും ഇത്രയ്ക്കും ഭംഗിയിൽ ഓട്ടം ഫോൾ ഇതിനു മുമ്പ് എവിടെയും നോർത്തിൽ എങ്ങും കണ്ടിട്ടില്ല. നമ്മൾ താമസിക്കുന്നതിനടുത്ത് റോട്ടോറുവയിൽ സെൻറ്റിനിയൽ എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. അവിടെയാണ് നോർത്തിൽ അത്യാവശ്യം നല്ല ഓട്ടം ഫോൾ ഉള്ളതായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ അത് വെച്ച് നോക്കുമ്പം ഇത് അമേസിങ് ആയിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് സ്വർണ്ണത്തരി പെറുക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യം പരീക്ഷിക്കാനുള്ള സംവിധാനവും അവരവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടായിട്ട് ഗോൾഡ് പാനിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ അരിപ്പ പോലുള്ളൊരു സാധനം അവർ പ്രൊവൈഡ് ചെയ്യും. മണ്ണരിച്ച് സ്വർണ്ണത്തരികൾ വേർതിരിച്ചെടുക്കാൻ വേണ്ടി.